ഒരു വാർത്ത വരുന്നുണ്ട്. പാലക്കാട് വാളയാറിൽ MDMAയുമായി അറസ്റ്റിലായ ഒരു അമ്മയും മകനും വർഷങ്ങളായി ലഹരിക്കടിമകളാണെന്ന് എക്സൈസ് പറയുന്നു. കൊടുങ്ങല്ലൂർ സ്വദേശിയായ അശ്വതിയും മകൻ ഷോൺ സണ്ണിയും അശ്വതിയുടെ സുഹൃത്തുക്കളും കഴിഞ്ഞ ദിവസമാണ് പിടിയിലായത്. അശ്വതിയും സുഹൃത്ത് മൃദുലുമാണ് ലഹരിക്കടത്ത് സംഘത്തിലെ പ്രധാനികളെന്നും എക്സൈസ് പറയുന്നു. കൊച്ചിയിൽ സ്പാ മസാജ് പാർലറിലെ ജീവനക്കാരിയാണ് അശ്വതി. ഇക്ബാൽ അറക്കൽ ചേരുന്നുണ്ട്. ഇക്ബാൽ, ഒരമ്മയും മകനുമാണ് ലഹരിക്കടിമകളായി ഒടുവിൽ ലഹരിക്കടത്തിലെ മുഖ്യ കണ്ണികളായി പ്രവർത്തിച്ചത്. അതാണ് പാലക്കാട് നിന്ന് വരുന്ന വാർത്ത. ആ പിടിയിലായ അശ്വതിയും മകനും ഒരുപക്ഷെ വർഷങ്ങളായി തന്നെ ഈ ലഹരിക്കടത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്നാണോ ഇപ്പോൾ എക്സൈസ് സംശയിക്കുന്നത്? അരുൺ, മറ്റിടങ്ങളിൽ മക്കൾ ലഹരി ഉപയോഗിക്കുമ്പോൾ മാതാപിതാക്കൾ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുന്നു, അല്ലെങ്കിൽ മാതാപിതാക്കൾ ലഹരി ഉപയോഗിക്കുന്നതുകൊണ്ട് മക്കൾ ബുദ്ധിമുട്ടുന്നു. പക്ഷേ പാലക്കാട് കഴിഞ്ഞ ദിവസം വാളയാറിൽ വെച്ച് പിടിയിലായ ഈ അശ്വതിയും ഷോൺ സണ്ണിയും അവർ അമ്മയും മകനുമാണ്. ഇവർ വർഷങ്ങളായി ലഹരി ഉപയോഗിക്കുന്ന ആളുകളാണ്, ലഹരി കടത്തുന്ന ആളുകളാണ് എന്നാണ് ഇപ്പോൾ എക്സൈസ് സംഘം കണ്ടെത്തിയിരിക്കുന്നത്. ഈ ലഹരി കടത്തിന് പോലീസ് പരിശോധന നടത്തുമ്പോൾ പിടിയിലാവാതിരിക്കാൻ വേണ്ടിയാണ് അശ്വതി ഇത്തരത്തിൽ ആദ്യഘട്ടത്തിൽ മകനെ കൂടെ കൂട്ടിയതെന്നാണ് എക്സൈസ് കണ്ടെത്തിയത്. പിന്നീട് മകനും ഇത്തരത്തിൽ ലഹരി ഉപയോഗിച്ച് തുടങ്ങുകയായിരുന്നു. അശ്വതി കൊച്ചിയിലെ ഒരു സ്പാ മസാജ് പാർലറിലെ ജീവനക്കാരിയാണ്. അവിടെ വെച്ചാണ് IT പ്രൊഫഷണലായിട്ടുള്ള കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള മൃദുൽ എന്ന് പറയുന്ന യുവാവുമായി പരിചയപ്പെടുന്നത്. പിന്നീട് മൃദുലും അശ്വതിയും ചേർന്ന് ബാംഗ്ലൂരിൽ പോയി MDMA വാങ്ങി കേരളത്തിലേക്ക് കൊണ്ടുവന്ന് വിൽപ്പന നടത്തുന്നത് പതിവായി തുടരുകയായിരുന്നു. ഇതിനിടയിൽ മൃദുലിൻ്റെ ഒരു സുഹൃത്തായ അശ്വിൻ ലാലും ഇവർക്കൊപ്പം ചേർന്നു. പക്ഷേ ഇവർ സഞ്ചരിക്കുന്നതിനിടയിൽ പിടിയിലാവാതിരിക്കാൻ വേണ്ടി മകനായ ഷോൺ സണ്ണിയെ കൂടെ കൂട്ടുന്നു. പിന്നീട് ഷോൺ സണ്ണി ഉൾപ്പെടെ ഇവർക്കൊപ്പം ലഹരി ഉപയോഗിച്ച് ലഹരിക്ക് അടിമയാവുന്ന ഒരു കാഴ്ചയാണ് പിന്നീട് കാണാൻ വേണ്ടി സാധിച്ചത്. ഏതായാലും എക്സൈസ് സംഘം ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. ബാംഗ്ലൂരിൽ നിന്നും കുറഞ്ഞ വിലയ്ക്ക് MDMA വാങ്ങി കേരളത്തിലേക്ക് കൊണ്ടുവരും. എന്നിട്ട് 2 ഗ്രാമിൻ്റെ എല്ലാം പാക്കറ്റുകളാക്കി വിദ്യാർത്ഥികൾക്കിടയിൽ വിൽപ്പന നടത്തുന്നതാണ് അശ്വതിയുടെയും മൃദുലിൻ്റെയും രീതി എന്നാണ് ഇപ്പോൾ എക്സൈസ് സംഘം കണ്ടെത്തിയിട്ടുള്ളത്. ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പാലക്കാട് എക്സൈസിലെ അസിസ്റ്റന്റ് കമ്മീഷണർ വിശദമായിട്ടുള്ള അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും അശ്വതിയുടെയും അതുപോലെ തന്നെ മകനായിട്ടുള്ള ഷോൺ സണ്ണിയുടെയും ഇത്തരം പ്രവർത്തികൾ കൊണ്ട് തന്നെ അശ്വതിക്ക് മറ്റൊരു മകൾ കൂടിയുണ്ട്. ഇവരുടെ ഭർത്താവും ആ മകളും ഇപ്പോൾ വേർപിരിഞ്ഞ് താമസിക്കുകയാണെന്നാണ് ഇപ്പോൾ എക്സൈസിനെ കണ്ടെത്താനും സാധിച്ചിട്ടുള്ളത്. ഏതായാലും അശ്വതിയെയും മകൻ ഷോൺ സണ്ണിയെയും ഇവരുടെ സുഹൃത്തുക്കളായിട്ടുള്ള മൃദുലിനെയും അശ്വിൻ ലാലിനെയും ഇപ്പോൾ കോടതി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വാളയാറിൽ വെച്ച് എക്സൈസ് സംഘം പിടികൂടുമ്പോൾ ഇവരുടെ പക്കലിൽ ഏകദേശം 12 ഗ്രാമോളം MDMA ഉണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ സിറിഞ്ചുകൾ ഉണ്ടായിരുന്നു, മറ്റ് മാരക മയക്കുമരുന്നുകൾ ഉണ്ടായിരുന്നു എന്നാണ് എക്സൈസ് സംഘം കണ്ടെത്തിയിട്ടുള്ളത്. കാര്യമാണ് ഇക്ബാൽ, ഒരു അമ്മയും മകനുമാണ് ലഹരിയുടെ കടത്തിൽ കണ്ണികളായി പ്രവർത്തിക്കുന്നത്. ആ മകന്റെ അവസ്ഥ എന്താകുമെന്ന് അമ്മ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ?